അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടി 25 വയസ്സുകാരി സൂയിസൈഡ് ചെയ്തു. ഗൈസ്, ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ബോഡി എത്തിയത്, പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തിട്ട്. അതിൻ്റെ മുമ്പിലത്തെ ദിവസം രാത്രിയായിരുന്നു ചെയ്തത്. രാത്രി വെച്ചാൽ അധികം രാത്രിയൊന്നും ആയിട്ടില്ലാന്ന് തോന്നും, ഒരു 8 മണീൻ്റെ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലാണ് തോന്നുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു അല്ലേ. ആൾ രക്ഷപ്പെട്ടു, ആൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല, ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, സങ്കടം, ഒക്കെ പ്രശ്നങ്ങൾ തലയിൽ കൂടുതൽ വന്നപ്പം ആൾ പോയിട്ട് ചെയ്തു. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്കെല്ലാം ഇപ്പോൾ എപ്പോഴോ ചെയ്യാം. കാരണം എനിക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത്രയും വേദനകൾ ഉണ്ടായിട്ടുണ്ട്, ആരും ഇല്ലാത്ത സിറ്റുവേഷനിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം ഒരാൾക്ക് ആരും ഇല്ലെങ്കിൽ അവരെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്തവരോട് എല്ലാവരോടും നന്ദിയേ ഉള്ളൂ, ആരോടും ഒരു ദേഷ്യമൊന്നുമില്ല. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. അപ്പം നമ്മൾ ചിന്തിക്കുക വെച്ചാൽ നമ്മൾ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ തീർന്നു എന്ന് ചിന്തിക്കരുത്. നമ്മളെ പ്രസവിച്ച കുട്ടികൾ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വലിയ ശിക്ഷ കൊടുത്തിട്ടാണ് പോകുന്നത്. അവരെന്ത് പാപം ചെയ്തിട്ടാണ് ഗൈസ്? അവരെ ആരാ നോക്കുക? ആരെങ്കിലുമൊക്കെ നോക്കിയാലും നമ്മൾ നോക്കുന്ന പോലെ ആവുമോ? പ്രസവിച്ച ആ ഒരു വ്യക്തി നോക്കുന്ന പോലെ ആവില്ല, ഒരു കാരണവശാലാവില്ല. എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. പെൺകുട്ടിയാണ് മൂത്തത്, 6 വയസ്സുകാരി, രണ്ടാമത്തത് 2.5 വയസ്സുള്ള ഒരു മോനാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു മരിച്ച വീട്ടിലുണ്ടായ അവസ്ഥ നമ്മളങ്ങനെ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ എന്ന് ആലോചിക്കാം. നമ്മൾ സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് സൂയിസൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബാക്കി പഴയ പോലെ ഒന്നുമല്ല, ഒക്കത്തിന് ഒരുപാട് ആൾക്കാരുണ്ട്. സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആരാണോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അവരെ നീക്കി വെക്കുക, അവരായിട്ട് അടുക്കാണ്ട് നിൽക്കുക, എന്നിട്ട് നമ്മളെ മക്കളെയും കൂട്ടിയിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക. അതിനുള്ള വഴികൾ മാത്രം നോക്കിയാൽ മതി. ഇന്ന് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന പോലെ ഇന്ന് ഒരുപാട് സഹായ വഴികൾ ഒരുപാടുണ്ട്. ഒന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെങ്ങനെ നോക്കും, എന്ത് ചെയ്യും, അതൊന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. അപ്പം ആരെയും പേടിച്ചിട്ട് ആരെയും ചെയ്യുന്ന പണിഷ്മെൻറ്റ് ജാസ്തി ആയതിൻ്റെ പേരിൽ പോയി തീർക്കേണ്ടതല്ല നമ്മളെ ജീവിതം എന്ന് ഓർക്കുക. ഒന്നിനും എന്ത് വന്നാലും നേരിടുക ഗൈസ്. എന്ത് വന്നാലും നേരിടണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ആ ഒരു വാശിക്ക് ജീവിക്കുക. കുട്ടികളൊക്കെ വളർത്തിയിട്ട് നല്ല രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട നമ്മൾ പോയിട്ട് സൂയിസൈഡ് ചെയ്യാൻ നിന്ന എന്താ അവസ്ഥ ഗൈസ്? അതുകൊണ്ട് പറയാണ്, സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന അങ്ങനെയൊക്കെ ജീവിതം മടുത്ത് കിടക്കുന്ന ഒരുപാട് ആൾക്കാർ, അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ചേഞ്ച് ആയാൽ മതി. ആ വ്യക്തിനെ നന്നാക്കാൻ പോകണ്ട, അവരൊരിക്കലും നന്നാവില്ല. പക്ഷേ നമ്മളൊന്ന് ചേഞ്ച് ആവാം. മാക്സിമം നമ്മൾ ചേഞ്ച് ആയേ പറ്റൂ. അങ്ങനെ നമ്മൾ ചേഞ്ച് ആയാൽ നമ്മളെ മക്കളെയും കുട്ടിയിൽ നമുക്ക് ചേർത്ത് പിടിച്ച് നല്ലൊരു ബലം കിട്ടും. ആ ബലത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാണ്ട് പോയിട്ട് സൂയിസൈഡ് ചെയ്യാച്ച് ഇപ്പോൾ ആ വീട്ടിലെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല, താങ്ങാനും കഴിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പോയിട്ട് നോക്കാനും പറ്റുള്ളൂ. ഞാൻ പോയിട്ടില്ല, ഇന്നൊക്കെ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് ആ വഴിക്ക് പോയിട്ടില്ല. അങ്ങനെ പേടിച്ചിട്ടാണ് ഗൈസ്. പിന്നെ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വലിയ സീരിയസ് മാറ്ററൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റണം, അതൊന്നും നമുക്ക് പറ്റൂല. അപ്പോൾ ആ വഴിക്ക് പോയിട്ടില്ല. ഇൻഷാ അല്ലാ ഇങ്ങനെ ഓരോ മണ്ടത്തരം ആരും ചെയ്യാണ്ടിരിക്കുക. നമുക്ക് വലുത് നമ്മളെ മക്കൾ തന്നെയാണ്. അപ്പം അവരെ നമ്മൾ ഇടതും വലതും ചേർത്ത് പിടിച്ച് ഒന്ന് നിന്ന് നോക്കിയ ഗൈസ്, അതിനോളം ശക്തി വേറെ ദുനിയാവിൽ വേറെ ഒന്നുമില്ല. അവർ തന്നെയായിരിക്കും നമ്മളെ ബലം. നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും നമ്മളെ മക്കൾ. അപ്പം നമ്മളെ മക്കൾക്ക് നമ്മളെ വേണം. അതുകൊണ്ട് നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ പോകരുത്. ദയവ് ചെയ്ത് ആരും സൂയിസൈഡിലേക്ക് പോകരുത്. അപ്പം ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ ബൈ.